ബീഹാറിൽ രാഹുൽ ഗാന്ധി വോട്ടധികാര യാത്രയുമായി കടന്നു വരികയാണ്. എന്താണ് ഈ യാത്രയുടെ ലക്ഷ്യം? തീർച്ചയായും രാഹുൽ ഗാന്ധി ലോക്സഭയ്ക്കകത്തും പുറത്തും ഉയർത്തിയ വ്യാജ വോട്ട് ആരോപണവുമായി ബന്ധപ്പെട്ടാണ് ബീഹാറിനകത്തെ വോട്ടർ പട്ടികയിൽ, അതായത് നവംബർ മാസത്തോടുകൂടി ബീഹാറിൽ 243 നിയമസഭാ മണ്ഡലങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ആ തെരഞ്ഞെടുപ്പ് വോട്ടർ പട്ടികയിൽ വ്യാപകമായ ക്രമക്കേടുണ്ടെന്നാണ് രാഹുൽ ഗാന്ധി ആരോപണം ഉന്നയിക്കുന്നത്. അതിൽ രാഹുൽ ഗാന്ധി തെളിവ് സഹിതം ചില കാര്യങ്ങൾ പുറത്തുവിട്ടിരുന്നു. ഈ വോട്ടർ പട്ടികയിൽ മരിച്ചുപോയി എന്ന് പറയപ്പെടുന്ന ആളുകളെ രാഹുൽ ഗാന്ധി നേരിട്ട് കൊണ്ടുവന്ന് അവരോടൊപ്പം ചായ കുടിക്കുന്ന ദൃശ്യങ്ങൾ രാജ്യവ്യാപകമായി അത് വലിയ തരത്തിൽ ആളുകൾ ഏറ്റെടുക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് രാഹുൽ ഗാന്ധി വോട്ടധികാർ യാത്ര എന്ന പേര് പറഞ്ഞുകൊണ്ട് 17 ദിവസം നീണ്ടു നിൽക്കുന്ന പദയാത്രയ്ക്ക് ബീഹാറിൽ തുടക്കം കുറിക്കുന്നത്. ഈ പദയാത്രയുടെ രാഹുൽ ഗാന്ധി ലക്ഷ്യമിടുന്നത് വ്യാജ വോട്ട് വിഷയവും അതോടൊപ്പം ഇരട്ട വോട്ട് വിഷയം, ഭരണത്തിൻ്റെ ചുവട് പിടിച്ച് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ബീഹാറിലെ നിതീഷ് കുമാർ BJP സഖ്യം നടത്തുന്ന നീക്കങ്ങൾ, ഇത് ജനങ്ങൾക്കിടയിൽ തുറന്നു കാണിക്കുക. അതോടൊപ്പം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബീഹാറിൽ ഇന്ത്യ സഖ്യത്തിന് ഭരണം ഉറപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് രാഹുൽ ഗാന്ധി ഈ യാത്രയുമായി കടന്നു വരുന്നത്. ഈ യാത്രയിൽ രാഹുൽ ഗാന്ധി ഒറ്റയ്ക്കായിരിക്കില്ല. സഹോദരിയും കോൺഗ്രസ് നേതാവുമായ പ്രിയങ്ക ഗാന്ധി, കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, RJD നേതാവും ഇന്ത്യ മുന്നണിയുടെ നേതാവുമെല്ലാമായ തേജസ്വി യാദവ് ഉൾപ്പെടെയുള്ള കനയ്യകുമാർ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ ഈ റാലിയിൽ യാത്രയിൽ പങ്കെടുക്കും. ഇതൊരു വലിയ യാത്രയാക്കി മാറ്റാൻ കാരണം ഈ വ്യാജ വോട്ട് ആരോപണം ഉന്നയിച്ചതിന് ശേഷം ഒരു സംസ്ഥാനത്ത് രാഹുൽ ഗാന്ധി നടത്തുന്ന ഒരു ഏറ്റവും വലിയ ഒരു പരിപാടിയാണ് 17 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ വോട്ട് അധികാർ യാത്ര. ഈ വോട്ട് അധികാർ യാത്ര ഒരു വലിയ പരിപാടിയാക്കി മാറ്റി നരേന്ദ്രമോദി സർക്കാരിനും സംഘപരിവാറിനെതിരെയുള്ള വജ്രായുധമാക്കി മാറ്റാനാണ് കോൺഗ്രസിൻ്റെയും അതോടൊപ്പം ഇന്ത്യ സഖ്യത്തിൻ്റെയും തീരുമാനം. നേരത്തെ രാഹുൽ ഗാന്ധി കാശ്മീർ മുതൽ കന്യാകുമാരി വരെ നടത്തിയ ഭാരത് ജോഡോ യാത്രയും രണ്ടാമത്തെ ന്യായ് യാത്രയും ജനങ്ങൾക്കിടയിൽ വലിയ ഓളം സൃഷ്ടിക്കാൻ കഴിഞ്ഞു എന്നൊരു വിലയിരുത്തൽ കോൺഗ്രസിനുണ്ട്. ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ വോട്ടധികാര യാത്രയുമായി കടന്നു വരുന്നത്. കാരണം രാഹുൽ ഉയർത്തിയ വലിയ ആരോപണം ഭരണകൂടത്തെ പിടിച്ചുലച്ചു, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശ്വാസ്യതയെ പോലും ചോദ്യം ചെയ്യുന്ന തരത്തിലാണ് ഈ ആരോപണം ഇന്ത്യയിലെ ജനങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ളവർ വ്യാജ വോട്ടിലൂടെയാണ് വാരണാസി മണ്ഡലത്തിൽ നിന്ന് ജയിച്ചതെന്ന ആരോപണം നിലനിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് ബീഹാറിൽ ഇത്രത്തോളം വലിയ 10,000ങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് 17 ദിവസം നീണ്ടു നിൽക്കുന്ന യാത്രയുമായി രാഹുൽ ഗാന്ധി കടന്നു വരുന്നത്. അതായത് നിലവിൽ ബീഹാർ ഭരിക്കുന്നത് NDA സഖ്യമാണ്. നിതീഷ് കുമാർ, ജനതാദൾ യുണൈറ്റഡ് നേതാവ് നിതീഷ് കുമാറാണ് നമ്മുടെ മുഖ്യമന്ത്രി. BJP അവരോടൊപ്പം ചേർന്ന് ഭരിക്കുന്നു. നവംബർ മാസത്തോടുകൂടി നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് തനിച്ച് അധികാരം പിടിക്കുക എന്നാണ് BJPയുടെ ലക്ഷ്യം. അതിൻ്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ പൊതു ബജറ്റിൽ, കേന്ദ്ര ബജറ്റിൽ ബീഹാറിന് വാരിക്കോരിയാണ് കേന്ദ്ര സർക്കാർ നൽകിയത്. ഇത് ബീഹാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി ലക്ഷ്യമിട്ടുകൊണ്ടാണെന്ന് അന്ന് രാഷ്ട്രീയ നിരീക്ഷകന്മാരെല്ലാം പറഞ്ഞിരുന്നു. അതോടൊപ്പം തന്നെയാണ് വ്യാജ വോട്ട് ആരോപണം ബീഹാറിൽ ഇരട്ട വോട്ട് ഉൾപ്പെടെ വലിയ വിഷയമായി കോൺഗ്രസ് ആയുധമാക്കി മാറ്റുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിൽ ഇതെല്ലാം തുറന്നു കാണിച്ച് ബീഹാറിൽ പദയാത്ര നടത്തി, അല്ലെങ്കിൽ ബീഹാറിലൂടെ വോട്ടധികാർ യാത്ര കടന്നു പോകുമ്പോൾ അത് കോൺഗ്രസിന് അനുകൂലമായി മാറും. വർഷങ്ങളായി ബീഹാർ ഭരിച്ചുകൊണ്ടിരിക്കുന്ന നിതീഷ് കുമാറിനെയും BJPയെയും തറപറ്റിച്ച് ഇന്ത്യ സഖ്യത്തിന്, അല്ലെങ്കിൽ കോൺഗ്രസ് RJD ഇടതു പാർട്ടികൾ ചേർന്ന ഇന്ത്യ മുന്നണിക്ക് ബീഹാറിൽ ഭരണം പിടിക്കാൻ കഴിയുമെന്നാണ് രാഹുൽ ഗാന്ധി കണക്കുകൂട്ടുന്നത്. ഇത് കേവലം ഒരു ബീഹാർ രാഷ്ട്രീയത്തിലെ മാത്രമല്ല, വോട്ടധികാർ യാത്രയിലൂടെ ഈ വ്യാജ വോട്ട് ആരോപണം കൂടുതൽ തലത്തിലേക്ക്, അല്ലെങ്കിൽ രാജ്യം ശ്രദ്ധിക്കുന്ന തരത്തിൽ നിരവധിയായ തെളിവുകൾ രാഹുൽ ഗാന്ധി പുറത്തുവിടാനുള്ള സാധ്യതയുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ രാജ്യത്തെ ആകെ പിടിച്ചു കുലുക്കുന്ന തരത്തിലുള്ള ആരോപണങ്ങൾ രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകും. ആ ആരോപണങ്ങൾ മാത്രമല്ല, ഇത് തെളിവുകൾ സഹിതം, കാരണം വ്യാജ വോട്ട് ആരോപണം തെളിവുകൾ സഹിതമാണ് രാഹുൽ ഗാന്ധി പുറത്തുവിട്ടത്. ഈ തെളിവുകൾ സഹിതം രാഹുൽ ഗാന്ധി പുറത്തുവിട്ടിട്ടും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട BJP നേതാക്കളോ ഈ വിഷയത്തിൽ മൗനം തുടരുന്ന ഒരു പശ്ചാത്തലത്തിലാണ് രാഹുൽ ഗാന്ധിയുടെ യാത്ര ശ്രദ്ധേയമായി മാറുന്നത്. ഈ യാത്രയ്ക്കകത്ത് രാഹുൽ ഗാന്ധി നിരവധിയായ പ്രശ്നങ്ങൾ ഉയർത്തി കാണിക്കും. വ്യാജ വോട്ട് വലിയ ആരോപണമാണ്. കോൺഗ്രസ് ഇപ്പോൾ രാജ്യവ്യാപകമായി ഒരു ക്യാമ്പയിന് തുടക്കം കുറിച്ചിട്ടുണ്ട്. ഒരു പൗരന് ഒരു വോട്ട് എന്ന ക്യാമ്പയിൻ സാമൂഹ്യ മാധ്യമങ്ങൾ അടക്കം ഏറ്റെടുത്തിട്ടുണ്ട്. ഈ ക്യാമ്പയിൻ്റെ പശ്ചാത്തലത്തിൽ കൂടി രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങൾ രാജ്യത്തെ ജനങ്ങൾ ഏറ്റെടുത്താൽ അത് BJPക്കും സംഘപരിവാറിനും തിരിച്ചടിയാകും. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ തങ്ങളുടെ ചട്ടുകമാക്കി ഉപയോഗപ്പെടുത്തി, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ തങ്ങളുടെ ആജ്ഞാവർത്തികളാക്കി മാറ്റുന്ന നരേന്ദ്രമോദി സർക്കാരിനെയും BJPക്കും തിരിച്ചടി കൊടുക്കുക, ഈ വ്യാജ വോട്ട് ആരോപണം ജനങ്ങൾക്കിടയിൽ തുറന്നു കാണിക്കുക, താഴെ തട്ടിലേക്ക് ഇത് പരമാവധി എത്തിക്കുക എന്നതാണ് ഈ യാത്രയിലൂടെ രാഹുൽ ഗാന്ധി ലക്ഷ്യമിടുന്നത്. വോട്ടധികാർ യാത്ര ബീഹാറിനെ പ്രകമ്പനം കൊള്ളിക്കുമെന്ന കാര്യത്തിൽ
ഒരു തർക്കവുമില്ല. ആ തരത്തിലാണ് യാത്ര ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. കോൺഗ്രസിന്റെ ദേശീയ നേതാക്കന്മാർ, ഇന്ത്യ മുന്നണിയുടെ നേതാക്കന്മാരെല്ലാം ഈ യാത്രയിൽ വിവിധ പ്രദേശങ്ങളിൽ പങ്കാളികളാകും. കോൺഗ്രസുമായി ചേർന്ന് നിൽക്കുന്ന പപ്പു യാദവ് ഉൾപ്പെടെയുള്ള ബീഹാറിലെ നേതാക്കന്മാർ ഈ യാത്രയിൽ പങ്കാളികളാവും. കോൺഗ്രസും അതോടൊപ്പം തന്നെ ഇന്ത്യ മുന്നണിയും വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ഈ ബീഹാർ തെരഞ്ഞെടുപ്പിനെ നോക്കിക്കാണുന്നത്. ബീഹാർ തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും തരത്തിൽ BJPക്ക് ഒരു തിരിച്ചടി ഉണ്ടാവുകയാണെങ്കിൽ അത് രാജ്യത്ത് വലിയ ഓളം സൃഷ്ടിക്കുമെന്നാണ് കോൺഗ്രസ് കരുതുന്നത്. പ്രത്യേകിച്ച് BJP ഇപ്പോൾ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് NDA മുന്നണിയായിട്ടാണ്. ചന്ദ്രബാബു നായിഡുവിന്റെയും നിതീഷ് കുമാറിന്റെ അടക്കം പിന്തുണയോടുകൂടിയാണ് രാജ്യം ഇപ്പോൾ BJP ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ബീഹാറിലെ ഭരണം നഷ്ടപ്പെടുകയും ഇന്ത്യ മുന്നണിക്ക് ഭരണം നേടുകയും ചെയ്താൽ നിതീഷ് കുമാറിനടക്കം മനമാറ്റം ഉണ്ടാകുമെന്ന പ്രതീക്ഷ കോൺഗ്രസിനുണ്ട്. അതിനുവേണ്ടിയാണ് കോൺഗ്രസ് അവരുടെ സ്റ്റാർ ക്യാമ്പയിനറും ക്രൗഡ് പുള്ളറുമായ രാജ്യം ഉറ്റുനോക്കുന്ന നേതാവ് രാഹുൽ ഗാന്ധിയെ ഉപയോഗപ്പെടുത്തി വോട്ടധികാർ യാത്രയുമായി കടന്നു വരുന്നത്. രാഹുൽ ഗാന്ധി ഉന്നയിച്ച വ്യാജ വോട്ട് ആരോപണം ഇത് BJPനെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. തീർച്ചയായും രാജ്യവ്യാപകമായി BJPക്ക് മറുപടിയില്ലാത്ത ഒരു സാഹചര്യത്തിലൂടെയാണ് രാജ്യം കടന്നു പോകുന്നതെന്ന് നിസ്സംശയം നമുക്ക് പറയാൻ സാധിക്കും. നേരത്തെ രാഹുൽ ഗാന്ധി ഒരു വാർത്താ സമ്മേളനം നടത്തിയാൽ അതിന് മറുപടി പറയാൻ BJPയുടെ നേതാക്കൾ കൂട്ടമായി എത്തുകയായിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി ഈ ആരോപണം ഉന്നയിച്ചതിന് ആരോപണത്തിന് മറുപടി പറഞ്ഞത് അനുരാഗ് ഠാക്കൂർ എന്ന് പറയുന്ന BJPയുടെ ഒരു മൂന്നാം കിട നേതാവാണ്. ഈ അനുരാഗ് ഠാക്കൂർ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും മത്സരിച്ച വയനാട് മണ്ഡലത്തിലെ 3 വോട്ടുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം ആരോപണം ഉന്നയിച്ചത്. എന്നാൽ അത് തെളിവ് സഹിതം കേരളത്തിലെ മാധ്യമങ്ങൾ അത് പൊളിച്ച് കയ്യിൽ കൊടുത്തപ്പോൾ അതിനൊരു മറുപടി പറയാൻ BJPക്ക് കഴിയുന്നില്ല എന്ന് മാത്രമല്ല, രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങൾക്ക് മുമ്പിൽ BJP നേതാക്കന്മാർ പകച്ചു നിൽക്കുകയാണ്. രാഹുൽ ഗാന്ധിയുടെ ആരോപണത്തിന്റെ ചുവട് പിടിച്ച്, അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി ആരോപണം എന്ന് പറയാൻ കഴിയില്ല, അദ്ദേഹം വസ്തുതകൾ നിരത്തിയാണ് രാഹുൽ ഗാന്ധി വാർത്താ സമ്മേളനം നടത്തിയത്. അതിന്റെ ചുവട് പിടിച്ച് തൃശ്ശൂരിലടക്കം വലിയ തരത്തിൽ BJPയെ പ്രതിസന്ധിയിലാക്കുന്ന നീക്കമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കൂടാതെ രാജ്യവ്യാപകമായി BJPക്കെതിരെ വലിയ തരത്തിലുള്ള ക്യാമ്പയിനുകൾ നടത്തുന്നു. ജനാധിപത്യ വിശ്വാസികളായ സംഘപരിവാർ ഇതര ആളുകൾ മുഴുവൻ, രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരും സാംസ്കാരിക നായകന്മാർ അടക്കമുള്ളവർ രാഹുൽ ഗാന്ധിയുടെ ഈ വിഷയം വ്യാജ വോട്ട് ആരോപണം ഏറ്റുപിടിച്ചു എന്നതാണ് രാജ്യത്ത് കാണാൻ കഴിയുന്നത്. ഏറെക്കാലത്തിന് ശേഷമാണ് രാഹുൽ ഗാന്ധിയെ രാഷ്ട്രീയം മറന്ന് രാജ്യത്തെ പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളിലെ ജനങ്ങൾ മുഴുവൻ, കാരണം കോൺഗ്രസുകാർ മാത്രമല്ല എന്തിനേറെ കമ്മ്യൂണിസ്റ്റുകാർ പോലും രാഹുൽ ഗാന്ധി ഉന്നയിച്ച ആരോപണം ശരിയാണെന്ന് അവർക്ക് കൂടി പറയാൻ കഴിയുന്ന തരത്തിലേക്ക് രാജ്യത്തിന്റെ ഒരു പൊതു സ്ഥിതിവിശേഷം എത്തിയിരിക്കുന്നു. ബീഹാറിലാണ് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത്. ബീഹാറിലെ തെരഞ്ഞെടുപ്പിന് ശേഷം രാജ്യത്തെ മറ്റ് വലിയ സംസ്ഥാനങ്ങളായ ആസാം, പശ്ചിമ ബംഗാൾ, കേരളം, തമിഴ്നാട്, പുതുച്ചേരി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ഏപ്രിൽ മാസത്തോടുകൂടി 2026 ഏപ്രിൽ മാസത്തോടുകൂടി തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. ത്രിപുരയിൽ തെരഞ്ഞെടുപ്പ് നടക്കും. ഇത്തരത്തിൽ വലിയ സംസ്ഥാനങ്ങളിലെല്ലാം തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ആ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ വ്യാജ വോട്ട് ആരോപണം വലിയ ഗൗരവത്തോടു കൂടി കോൺഗ്രസ് നോക്കിക്കാണുന്നത്. കാരണം വ്യാജ വോട്ടിലൂടെ, ഇരട്ട വോട്ടിലൂടെയാണ് BJP അധികാരം പിടിച്ചതെന്ന് രാഹുൽ ഗാന്ധി പറയുമ്പോൾ അതിന് മറുപടി പറയാൻ BJPയോ കേന്ദ്ര സർക്കാരോ തയ്യാറാകുന്നില്ല എന്നത് ഖേദകരമായ ഒരു വസ്തുതയാണ്. രാജ്യത്തെ ജനാധിപത്യത്തെ തന്നെ ഇല്ലായ്മ ചെയ്യുന്ന ഒരു പ്രവർത്തനം BJPയുടെ ഭാഗത്തുനിന്നുണ്ടായി എന്ന് ഈ രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ്, ഉത്തരവാദിത്തപ്പെട്ട വ്യക്തി, ഏറെ ഉത്തരവാദിത്തത്തോടെ അദ്ദേഹം തെളിവുകൾ നിരത്തി പറയുമ്പോൾ അതിന് മറുപടി പറയാനുള്ള ഒരു ബാധ്യത രാഹുൽ ഗാന്ധിക്കും പ്രധാനമന്ത്രിക്കും BJP നേതാക്കൾക്കും ഉണ്ടാകേണ്ടതാണ്. നിർഭാഗ്യകരമെന്ന് പറയട്ടെ, അതിന് മറുപടി പറയാൻ ഇവർ തയ്യാറാകുന്നില്ല എന്ന് മാത്രമല്ല, രാഹുൽ ഗാന്ധിയെ അവഹേളിക്കാനാണ് അവർ സമയം കണ്ടെത്തുന്നത്. പക്ഷേ രാജ്യത്തെ ജനങ്ങൾ ഇതെല്ലാം നോക്കിക്കാണുന്നുണ്ട്. ഈ ജനങ്ങൾ ഈ വിഷയങ്ങളിലെല്ലാം രാഹുൽ ഗാന്ധിക്ക് വലിയ പിന്തുണ നൽകുന്നു എന്നതാണ് വിവിധ സംസ്ഥാനങ്ങളിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആസ്ഥാനത്തേക്കും ജില്ലാ ആസ്ഥാനങ്ങളിലെല്ലാം നടത്തുന്ന പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുക്കുന്ന വലിയ ആൾക്കൂട്ടം തെളിയിക്കുന്നത്. ഇനിയിപ്പോൾ ബീഹാറിലെ വോട്ടധികാർ യാത്ര വലിയ ഒരു ജനമുന്നേറ്റമായി മാറുമെന്ന കാര്യത്തിൽ തർക്കമില്ല. വലിയ തരത്തിൽ ആളുകൾ ഈ വോട്ടധികാർ യാത്രയിൽ പങ്കാളികളാവും. ഈ യാത്രയിൽ ഇവർ പങ്കാളികളാകുമ്പോൾ നമുക്ക് കാണാൻ കഴിയുക, എന്തായാലും ജനങ്ങൾ രാഹുലിന്റെ പിന്നിൽ ഒറ്റക്കെട്ടായി അണിനിരക്കുന്നു. ജനങ്ങൾക്ക് രാഹുൽ പറഞ്ഞത് ശരിയാണെന്ന ബോധ്യമുണ്ട് എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും.